എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ LP UPക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അറിവ് സമ്പാദനം എന്നതിനെ സ്കീമകളുടെ നിർമ്മാണ പ്രക്രിയയായി കാണാവുന്നതാണ് എന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞനാണ് ജീൻ പിയാഷെ. അറിവ് സമ്പാദനം എന്നതിനെ സ്കീമകളുടെ നിർമ്മാണ പ്രക്രിയയായി കാണാവുന്നതാണ് എന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞനാണ് ജീൻ പിയാഷെ. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തവയിൽ പഠിതാവിൻ്റെ ആന്തരികമായ അഭിപ്രേരണ ഉളവാക്കാൻ സഹായിക്കുന്ന മാർഗമേത്? ചുവടെ കൊടുത്തവയിൽ പഠിതാവിൻ്റെ ആന്തരികമായ അഭിപ്രേരണ ഉളവാക്കാൻ സഹായിക്കുന്ന മാർഗമേത്? ഓപ്ഷൻസ്: പാരിതോഷികങ്ങൾ നൽകുക, അച്ചടക്കത്തോടെ ഇരുത്തുക, പരസ്പര അധ്യാപനം പ്രോത്സാഹിപ്പിക്കുക, പഠിതാവിൻ്റെ ലക്ഷ്യം തിരിച്ചറിയാൻ സഹായിക്കുക. തന്നിരിക്കുന്നതിൽ പഠിതാവിൻ്റെ ലക്ഷ്യം തിരിച്ചറിയാൻ സഹായിക്കുകയാണ് പഠിതാവിൻ്റെ ആന്തരികമായ അഭിപ്രേരണ ഉളവാക്കാൻ സഹായിക്കുന്ന മാർഗം. പഠിതാവിൻ്റെ ലക്ഷ്യം തിരിച്ചറിയാൻ സഹായിക്കുക. നെക്സ്റ്റ്, തലച്ചോറിന് സംഭവിക്കുന്ന ക്ഷതം മൂലം ഭാഷാപരമായ കഴിവുകൾ പൂർണ്ണമായോ ഭാഗികമായോ ഇല്ലാതാകുന്ന അവസ്ഥ. തലച്ചോറിന് സംഭവിക്കുന്ന ക്ഷതം മൂലം ഭാഷാപരമായ കഴിവുകൾ പൂർണ്ണമായോ ഭാഗികമായോ ഇല്ലാതാകുന്ന അവസ്ഥയാണ് അഫേസിയ. നോട്ട് ചെയ്യുക, അഫേസിയാണ് തലച്ചോറിന് സംഭവിക്കുന്ന ക്ഷതം മൂലം ഭാഷാപരമായ കഴിവുകൾ പൂർണ്ണമായോ ഭാഗികമായോ ഇല്ലാതാകുന്ന അവസ്ഥ. നെക്സ്റ്റ്, അസുഖം കാരണമാണ് പരീക്ഷയ്ക്ക് തോറ്റത് എന്ന് ഒരു കുട്ടി പരാതി പറയുന്നു. ഇവിടെ കുട്ടി ഏത് സമായോജന ക്രിയാതന്ത്രമാണ് ഉപയോഗിക്കുന്നത്? അസുഖം കാരണമാണ് പരീക്ഷയ്ക്ക് തോറ്റത് എന്ന് ഒരു കുട്ടി പരാതി പറയുന്നു. ഇവിടെ കുട്ടി ഏത് സമായോജന ക്രിയാതന്ത്രമാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ്: ദമനം, നിഷേധം, ഉദാത്തീകരണം, യുക്തീകരണം. നമ്മുടെ കറക്റ്റ് ആൻസർ യുക്തീകരണമാണ് ഇവിടെ കുട്ടി ഉപയോഗിക്കുന്നത്. ഏത് സമായോജന ക്രിയാതന്ത്രമാണ്? യുക്തീകരണം. ഓക്കെ, റാഷണലൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ്, പാവ്ലോവിൻ്റെ പൗരാണികാനുബന്ധന സിദ്ധാന്തത്തിൽ അനുബന്ധനത്തിന് ശേഷം ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ, നോട്ട് ചെയ്യുക, അനുബന്ധനത്തിന് ശേഷം ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉമിനീർ ഉണ്ടാകുന്നത്. ഓപ്ഷൻ: അനുബന്ധിത പ്രതികരണം, അനുബന്ധനം ചെയ്യാത്ത ചോദകം, അനുബന്ധിത ചോദകം, അനുബന്ധനം ചെയ്യാത്ത പ്രതികരണം. അനുബന്ധനത്തിന് ശേഷമാണ് അപ്പോൾ അനുബന്ധനത്തിന് ശേഷം ഏതായിരിക്കും? അനുബന്ധിത പ്രതികരണം. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, അനുബന്ധിത പ്രതികരണമാണ്. അനുബന്ധത്തിന് ശേഷം ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉമിനീർ ഉണ്ടാകുന്നത് അനുബന്ധിത പ്രതികരണമാണ്. നെക്സ്റ്റ്, ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്നിങ്ങനെ 2 തരം ബുദ്ധികളായിട്ട് തരംതിരിച്ച മനഃശാസ്ത്രജ്ഞനാണ് റെയ്മണ്ട് കാറ്റൽ. ക്രിസ്റ്റലൈസ്ഡ് ഇൻ്റലിജൻസ്, ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്നിങ്ങനെ 2 തരം ബുദ്ധികളായിട്ട് തരംതിരിച്ച മനഃശാസ്ത്രജ്ഞനാണ് റെയ്മണ്ട് കാറ്റൽ. നെക്സ്റ്റ്, എറിക് എച്ച് എറിക്സന്റെ മനോസാമൂഹിക വികാസഘട്ടങ്ങളിൽ ഏതിലാണ് കൗമാരകാലത്തെ അസ്തിത്വ പ്രതിസന്ധി ചർച്ച ചെയ്യുന്നത്? എറിക് എച്ച് എറിക്സന്റെ മനോസാമൂഹിക വികാസഘട്ടങ്ങളിൽ ഏതിലാണ് കൗമാരകാലത്തെ അസ്തിത്വ പ്രതിസന്ധി ചർച്ച ചെയ്യുന്നത്? സ്വ അവബോധം അല്ലെങ്കിൽ റോൾ സംശയങ്ങൾ, ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. അപ്പോൾ എറിക് എച്ച് എറിക്സന്റെ മനോസാമൂഹിക വികാസഘട്ടങ്ങളിൽ സ്വാവബോധം, റോൾ സംശയങ്ങളിലാണ് കൗമാരകാലത്തെ അസ്തിത്വ പ്രതിസന്ധി ചർച്ച ചെയ്യുന്നത്. നെക്സ്റ്റ്, സമാഹരിക്കുന്ന വിവരങ്ങളുടെ സവിശേഷതകളെ അടിസ്ഥാനമാക്കി താരതമ്യം ചെയ്യാനും ക്രമീകരിക്കാനും കുട്ടി നേടേണ്ട പ്രക്രിയാശേഷി ഏതാണ്? സമാഹരിക്കുന്ന വിവരങ്ങളുടെ സവിശേഷതകളെ അടിസ്ഥാനമാക്കി താരതമ്യം ചെയ്യാനും ക്രമീകരിക്കാനും കുട്ടി നേടേണ്ട പ്രക്രിയാശേഷി ഏതാണ്? ഓപ്ഷൻസ്: നിരീക്ഷിക്കൽ, വർഗീകരിക്കൽ, അളക്കൽ, നിഗമനത്തിലെത്തൽ. നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, വർഗീകരിക്കൽ. അപ്പോൾ സമാഹരിക്കുന്ന വിവരങ്ങളുടെ സവിശേഷതകളെ അടിസ്ഥാനമാക്കി താരതമ്യം ചെയ്യാനും ക്രമീകരിക്കാനും കുട്ടി നേടേണ്ട പ്രക്രിയാശേഷിയാണ് വർഗീകരിക്കൽ. നെക്സ്റ്റ്, സോഷ്യലിസവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം ആരുടേതാണ്? വൈഗോട്സ്കി. സോഷ്യലിസവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം വൈഗോട്സ്കിയുടെയാണ്. നെക്സ്റ്റ്, പരിക്രമീകൃത ബോധനം രൂപപ്പെടുത്തിയത് ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? പരിക്രമീകൃത ബോധനം ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഓപ്പറന്റ് കണ്ടീഷനിങ്. പരിക്രമീകൃത ബോധനം അല്ലെങ്കിൽ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ രൂപപ്പെടുത്തിയത് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നെക്സ്റ്റ്,
വളരെയധികം താല്പര്യത്തോടെ ഇരിക്കുന്ന സമയത്ത് ടീച്ചർ ഒരു പാഠം പഠിപ്പിച്ചപ്പോൾ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പഠിച്ചു. ഇവിടെ ഏത് പഠന സിദ്ധാന്തമാണ് പ്രാവർത്തികമായത്? സന്നദ്ധതാ നിയമം. ഏതാണ്? സന്നദ്ധതാ നിയമം. നെക്സ്റ്റ്, പ്രൈമറി ഘട്ടത്തിലെ പഠന പ്രവർത്തനങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ്: കളിരീതി, പരിസരബന്ധിതം, പ്രക്രിയാധിഷ്ഠിതം, പ്രഭാഷണ രീതി. നമുക്ക് ഓപ്ഷൻസ് വായിക്കുമ്പോഴേ കിട്ടും അല്ലേ? പ്രഭാഷണ രീതിയാണ് പ്രൈമറി ഘട്ടത്തിലെ പഠന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത്. നെക്സ്റ്റ്, പിയാഷെ രൂപവൽക്കരിച്ച വികസന ഘട്ടത്തിൽ ശൈശവാവസ്ഥയും കൗമാരാവസ്ഥയും ഒരുമിക്കുന്ന ഘട്ടമാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം. പിയാഷെ രൂപവൽക്കരിച്ച വികസന ഘട്ടത്തിൽ ശൈശവാവസ്ഥയും കൗമാരാവസ്ഥയും ഒരുമിക്കുന്ന ഘട്ടമാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം. നെക്സ്റ്റ്, നേടാനുള്ള അഭിപ്രേരണ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ മാർഗം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നേടാനുള്ള അഭിപ്രേരണ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ മാർഗം. ഓപ്ഷൻസ്: ഇടയ്ക്കിടെ പഠനനേട്ടം സംബന്ധിച്ച പരീക്ഷകൾ നടത്തുക, അഭിപ്രേരണ സിദ്ധാന്തങ്ങൾ പരിചയപ്പെടുത്തുക, കുട്ടിക്ക് യാഥാർത്ഥ്യാധിഷ്ഠിത ലക്ഷ്യം നിർണ്ണയിച്ചു കൊടുക്കുക, ഗൈഡൻസ് നൽകുക. നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? കുട്ടിക്ക് യാഥാർത്ഥ്യാധിഷ്ഠിത ലക്ഷ്യം നിർണ്ണയിച്ചു കൊടുക്കുക. അപ്പോൾ നേടാനുള്ള അഭിപ്രേരണ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ മാർഗം ഏതാണ്? കുട്ടിക്ക് യാഥാർത്ഥ്യാധിഷ്ഠിത ലക്ഷ്യം നിർണ്ണയിച്ചു കൊടുക്കുക. കുട്ടിക്ക് യാഥാർത്ഥ്യാധിഷ്ഠിത ലക്ഷ്യം നിർണ്ണയിച്ചു കൊടുക്കുക. നെക്സ്റ്റ്, ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ട്. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് യശ്പാൽ കമ്മീഷൻ റിപ്പോർട്ട്. നെക്സ്റ്റ്, ശാരീരികമായ ശിക്ഷയും വിമർശനവും ഏത് തരത്തിലുള്ള പ്രബലനത്തിന് ഉദാഹരണമാണ്? ശാരീരികമായ ശിക്ഷയും വിമർശനവും ഏത് തരത്തിലുള്ള പ്രബലനമാണ്? ഋണപ്രബലനം. ഏതാണ്? ഋണപ്രബലനത്തിന് ഉദാഹരണമാണ്. ശാരീരികമായ ശിക്ഷയും വിമർശനവും ഋണപ്രബലനത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പീഡ് കൂടുതലാണ്, പെട്ടെന്ന്